എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ CPM ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിയെങ്കിലും അത് ഇത്രത്തോളം കടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കരുതി കാണില്ല. ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും LDFും CPMും തകർന്നടിയുകയായിരുന്നു. കൊല്ലത്തും വയനാട്ടിലും ഇടുക്കിയിലും ചിത്രത്തിലെ ഇല്ലാത്ത അവസ്ഥയിലായി ഇടതുമുന്നണി. ന്യൂനപക്ഷങ്ങളെ പരമാവധി തങ്ങളോട് അടുപ്പിച്ചു നിർത്തി കഴിയാവുന്നത്ര വോട്ടുകൾ അനുകൂലമാക്കുകയായിരുന്നു CPM ശ്രമം. പക്ഷേ അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എതിരാവുകയായിരുന്നു എന്നാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ പാർട്ടിയുടെ ഉറച്ച കോട്ടകൾ എന്ന് വിശേഷണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും ഇടതുമുന്നണി പിന്നാക്കം പോയതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങളോട് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച് തങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്നും ജീവനക്കാർ ഭയന്നു. KSRTC ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കിട്ടാത്തതും പെൻഷൻ വൈകുന്നതും ഉദാഹരണമായി മുന്നിലുള്ളത് അവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു എന്ന് വേണം കരുതാൻ. PSCയെ നോക്കുകുത്തിയാക്കി പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കുമായി പിൻവാതിൽ നിയമങ്ങൾ നടത്തിയത് യുവജനങ്ങളെ സർക്കാരിനെതിരാക്കി. അത് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു. നേരത്തെ യുവജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന CPMനെയും LDFനെയും അവർ കൈയൊഴിഞ്ഞു. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്കാർ പ്രതിസ്ഥാനത്തെത്തിയതും അവരെ ന്യായീകരിക്കാനും രക്ഷിക്കാനും CPM നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും എത്തിയതും അണികൾക്കിടയിൽ പോലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിരുന്നു. കരിവന്നൂരിൽ നടന്നതുപോലെ CPM നിയന്ത്രണത്തിലുള്ള സംഘങ്ങളിലെ വൻ തട്ടിപ്പുകൾ പുറത്തുവന്നതും നേതാക്കളുടെ പുറകെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കൂടിയതും തട്ടിപ്പുകാർ എന്ന ലേബൽ പാർട്ടിക്കാർക്ക് ചാർത്തിക്കിട്ടാൻ കാരണമായി. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും അതാരും വിശ്വാസത്തിലെടുത്തില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും തിരിച്ചടി ആയി എന്ന് കരുതാതെ വയ്യ. കടുത്ത പ്രതിസന്ധി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കയ്യിലെടുക്കാൻ കോടികൾ ചെലവിട്ട നവകേരള യാത്ര നടത്തിയതും ജനങ്ങളുടെ എതിർപ്പ് ഉച്ചസ്ഥായിലാക്കി. മറ്റു നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ LDFന്റെ പ്രചാരണം നയിച്ചത് പിണറായി വിജയനായിരുന്നു. മറുവശത്ത് പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. എന്നാൽ ക്യാപ്റ്റനായും അദ്ദേഹത്തിന്റെ പ്രചരണത്തെയും ജനങ്ങൾ നിരാകരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ UDFന്റെ ഗംഭീര മുന്നേറ്റം. പ്രതികൂല ഘടകങ്ങൾ നിരവധിയുണ്ടായിട്ടും പ്രചാരണത്തിൽ വ്യക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന LDFന് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു EP വിവാദം. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിൽ പുകഞ്ഞു തുടങ്ങിയ വിവാദം വോട്ടെടുപ്പ് നാളിൽ രാവിലെ EP നടത്തിയ വെളിപ്പെടുത്തലോടെ ആളിക്കത്തി. LDFനെ തോൽപ്പിക്കാൻ BJPയുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരമായിരുന്നു വോട്ടെടുപ്പ് ദിവസം തന്നെ വെളിപ്പെടുത്തൽ നടത്താൻ EP തിരഞ്ഞെടുത്തത് എന്ന് പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർ കരുതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തെ ലഘൂകരിക്കാൻ രംഗത്തെത്തിയെങ്കിലും അതും വിജയിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് YouTube ചാനൽ.